മധുരക്കിഴങ്ങ് അഥവാ ചക്കരക്കിഴങ്ങ് എന്നൊക്കെ ഈ നാട്ടിലുള്ളവർ പറയുന്ന ഇത് കുഴിച്ചിടാനുണ്ടാക്കിയ സ്ഥലമാണിത്. ഇത് പുല്ലൊക്കെ ചെത്തി തടമെടുത്ത് അതിൻ്റെ മുകളിലേക്ക് രാസവളം അല്ലാതെ ജൈവവളം, രാസവളം ഇടാറില്ല, ജൈവവളം തൂളി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ തല അല്ലെങ്കിൽ അതിൻ്റെ വള്ളി നമ്മൾ ഈ രീതിയിൽ വെട്ടി എടുക്കുന്നതുണ്ടോ. ഇതേപോലെ വെട്ടിയെടുത്ത് ഇങ്ങനെ മൊട്ടുകളായിട്ട് 1, 2, 3 ഇങ്ങനെ ഈ 3 മൊട്ടും മണ്ണിൽ വരത്തക്ക രീതിയിലാണ് നമ്മളിതിനെ കുഴിച്ച് വെക്കേണ്ടത്. ആ രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ ആ മണ്ണിനെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനൊരു ചെറിയൊരു ചാല് പോലെ ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക് ഈ 3 മൊട്ടും ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ മണ്ണിട്ട് മൂടി കൊടുത്താൽ ഇതിൻ്റെ ഈ 3 മൊട്ടിൻ്റെ മുകളിൽ കൂടെയും നമുക്ക് വേരിറങ്ങിയിട്ട് അതിന് കിഴങ്ങുണ്ടാവും. അപ്പോൾ ഇത് 90 ദിവസമാകുമ്പോഴേക്കും ഇത് വിളവെടുക്കാനാവും. അപ്പോൾ അത് ആയുർവേദം പറയുന്നത് നല്ല ഷുഗറുകാർക്കൊക്കെ നന്നായി കഴിക്കാൻ പറ്റുന്നൊരു കിഴങ്ങാണ്. നമ്മളൊക്കെ പണ്ട് വിചാരിച്ച മധുരക്കിഴങ്ങെന്ന് പറയുമ്പോൾ അതിന് മധുരത്തിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് ഷുഗറുകാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ആയുർവേദം അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുന്നതും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക്, തടിയില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ തടി വെക്കാനും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ രീതിയിൽ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയോ തല എന്നൊക്കെ പറയും. ഇത് കിട്ടുകയാണെങ്കിൽ സ്ഥലം ഇല്ലാത്തവർ ഗ്രോ ബാഗിലോ മറ്റോ ഇതേപോലെ കുഴിച്ചിട്ടാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.